ചിലർ തങ്ങളുടെ കഫം കൂടെയാക്കാൻ വേണ്ടി ഹജ്ജിനോ ഉംറക്കൊക്കെ ധരിച്ചിരുന്ന ഇഹ്റാമിൽ ധരിച്ചിരുന്ന വസ്ത്രമോ അല്ലെങ്കിൽ സംസമിൽ മുക്കിയ വല്ല വസ്ത്രങ്ങളൊക്കെ തയ്യാറാക്കി വെച്ച് അങ്ങനെ സൂക്ഷിച്ചു വെച്ചതുണ്ടാവും. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും അവർ മരണപ്പെടുക. അങ്ങനെ മരണപ്പെട്ടതിന് ശേഷം കഫം ചെയ്യാൻ സമയത്ത് ചിലപ്പോൾ അതൊക്കെ തപ്പിത്തെരഞ്ഞെടുത്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് സ്വന്തമായ ഒരു കഫം പുടവയായി ഉപയോഗിക്കാൻ, അതായത് മൂന്ന് പുടവന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു പുടവയായി ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലാവൂല. ഓട്ടപ്പെട്ട് അല്ലെങ്കിൽ പടയുമ്പോൾ പൊടിയൊക്കെ പാറുന്ന ഒരവസ്ഥയായിരിക്കും. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ 3 പുടവന്റെ പുറമെ ഒരു 4-മത്തത് ആയിക്കൊണ്ട് ഇതിന് ഉപയോഗിക്കാൻ പറ്റുമോ, അതോ 2 നല്ലത് ഉപയോഗിച്ച് ഇതും 3-മത്തതായിട്ട് ഇതിനെയും പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണോ? എന്താണ് അവിടെ ചെയ്യുക? കഫൻ തുണി സംസം വെള്ളമിൽ മുക്കിയതാവുക, അത് തബറുക്കിനു വേണ്ടി അങ്ങനെ ചെയ്യാവുന്നതാണ്, അത് നല്ലതാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഇബാറത്ത് തഫ്സീറു റൂഹുൽ ബയാന്റെ 3-479 പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി, അതല്ലെങ്കിൽ അവിടുത്തെ വടി, ചാട്ടവാറ്, ഇതൊക്കെ ഒരു ദോഷിയായ മനുഷ്യന്റെ ഖബറിൽ വെച്ചാൽ ഇവയുടെ ഈ തിരുശേഷിപ്പുകളുടെ ബറക്കത്ത് കാരണമായി ആ ദോഷിയായ മനുഷ്യൻ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം എന്ന് പറഞ്ഞ ശേഷം കാണാം, വമിൻ ഹാദൽ ഖബീലി മാഉ സംസമ വൽ കഫനുൽ മബ്ലൂലു ബിഹി. ഇതിൽപ്പെട്ടതാണ് സംസം വെള്ളം, ആ സംസം വെള്ളം കൊണ്ട് നനക്കപ്പെട്ട കഫൻ തുണി. വബിതാനത്തു അസ്താരിൽ കഅബത്തി, കഅബയുടെ മറ, അതിനെ മറച്ചിരുന്ന തുണിയുടെ കഷ്ണങ്ങള് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോ തബറുക്കിന് വേണ്ടി അവ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ വഫാത്തിന്റെ ശേഷം തന്നെ കഫൻ ചെയ്യേണ്ട കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, തന്റെ വസ്ത്രത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞത്, ഈ വസ്ത്രം കഴുകി ഇതിനെ ഒരു വസ്ത്രമായി ഉപയോഗിക്കുക, വേറെ വസീദു അലൈഹി സൗബൈനി, 2 വസ്ത്രം വേറെയും കൂട്ടി അങ്ങനെ 3 വസ്ത്രത്തിൽ എന്നെ മറവ് ചെയ്യണം. താനപ്പോ ധരിച്ചിരുന്ന ആ ഒരു വസ്ത്രം അത് കഴുകി ഒന്ന് അതിൽ തന്നെ കഫൻ ചെയ്യണം, പോരാത്തതിന് 2 വസ്ത്രം വേറെയും കൂട്ടുക. അപ്പോ ആയിഷ ബീവി പറഞ്ഞു, ഇത് പഴകിയ ഹാദാ ഖലിഖുൻ, ഇത് പഴകിയ വസ്ത്രമല്ലേ? അപ്പൊ പറഞ്ഞു, അതിന് വിരോധമില്ല, ആ വസ്ത്രം തന്നെ മതി എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ് അതിൽ കഫൻ ചെയ്യാൻ വേണ്ടി ആയിഷ ബീവിയെ ഏൽപ്പിച്ച കാര്യം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ കാണാൻ കഴിയും, ഈ ഒരു വസ്ത്രത്തെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള കാരണം ലിമഅനം ഫീഹി മിനത്ത് തബറുക്ക് ബിഹി ലികൗനിഹി സാറ ഇലൈഹി മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ തബറുക്ക് എന്ന ഒരു കാര്യം ഉണ്ട്. ഒന്നുകിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സിദ്ദീഖ് തങ്ങൾക്ക് ലഭിച്ചതാണ്, ഔലി കൗനിഹി ജഹാദ് ബിഹി, അതല്ലെങ്കിൽ സിദ്ദീഖ് തങ്ങൾ അതിൽ ജിഹാദ് നടത്തിയ വസ്ത്രമാണ്. അതുപോലെ മറ്റ് ഇബാദത്തുകൾ നിർവഹിച്ച വസ്ത്രമാണ്. അപ്പൊ ആ നിലക്കായിരിക്കാം അങ്ങനെ ചെയ്തത്. ഔ തഅബ്ബദ ഫീ, അതല്ലെങ്കിൽ അതിൽ ഇബാദത്ത് നിർവഹിച്ചു കാണും, ഇതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. വയുഅയ്യിദുഹു മാ റവാഹു അബൂ സഅദ് മിൻ തരീഖിൽ ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബീ ബക്കർ ഖാല,
ഖാല അബൂബക്കറിൻ കഫ്ഫിനൂനി ഫീ സൗബൈജല്ലദൈനി കുന്തു ഉസല്ലി ഫീഹിമ. ഞാൻ നിസ്കരിക്കാറുള്ള എന്നെ ഈ 2 വസ്ത്രത്തിൽ എന്നെ കഫൻ ചെയ്യുവീൻ എന്ന് മുഹമ്മദ് ബിൻ അബൂബക്കർ എന്നവര് പറഞ്ഞ ഹദീസ് ഈ സിദ്ദീഖ് തങ്ങൾ ഈ പറഞ്ഞ ഈ വിഷയത്തിന് ശക്തി പകരുന്നു എന്നും ഫത്ഹുൽ ബാരി 3:253 കാണാൻ കഴിയും. അപ്പോൾ ഇബാദത്ത് നിർവഹിച്ച വസ്ത്രങ്ങൾ അതുപോലെയുള്ള വസ്തുക്കൾ തബറുക്കിനു വേണ്ടി ഉപയോഗിക്കൽ പറ്റും. ഇമാം ഖുർത്തുബി അവിടുത്തെ തദ്കിറത്തിന്റെ 81-ാമത്തെ പേജിൽ പറഞ്ഞതായിട്ട് കാണാം. ഖാലബിനുൽ മുബാറക്കി അഹബ്ബു ഇലയ്യ അൻ യുകഫന ഫീ സിയാബിഹില്ലത്തി കാന യുസല്ലി ഫീഹാ. എന്നിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിസ്കരിച്ചിരുന്ന ആ വസ്ത്രത്തിൽ കഫൻ ചെയ്യപ്പെടലാണ് എന്ന്. അപ്പോൾ തബറുക്കിനു വേണ്ടി അങ്ങനെ ചെയ്യാം. ഇനി ഒരാള് ഒരു കഫൻ കൂടെ തയ്യാറാക്കി വെച്ചു, അത് പൊതുവെ സുന്നത്തില്ല, തയ്യാറാക്കി വെക്കാതിരിക്കലാണ് നല്ലത്. പക്ഷേ തബറുക്കെടുക്കപ്പെടാവുന്ന ചില ആളുകളുടെ തിരുശേഷിപ്പിൽപ്പെട്ടതാണെങ്കിൽ, അതല്ലെങ്കിൽ ശുബ്ഹത്തിന്റെ മുതല് അല്ലാത്ത തനി ഹലാലായ മുതലിൽ നിന്നുള്ളതാണ്, അങ്ങനെയൊക്കെ രക്ഷപ്പെടണം എന്ന ഉദ്ദേശത്തിൽ ഒക്കെയാണെങ്കിൽ വിരോധമില്ല. ഇനി അങ്ങനെ അവൻ ഒരു കഫൻ തുണി ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൽ തന്നെ എന്നെ കഫൻ ചെയ്യണം എന്ന് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ അവനെ കഫൻ ചെയ്യൽ ഉജൂബാണ്. അല്ലെങ്കിൽ അതിൽ കഫൻ ചെയ്യലാണ് ഏറ്റവും നല്ലത്. കാരണം അവൻ അങ്ങനെ തയ്യാറാക്കി വെച്ചതല്ലേ ആ നിലക്ക്. ഇക്കാര്യം ഷെർവാനി 3:127-128 പറഞ്ഞിട്ടുണ്ട്. സുമ്മൈദ അയ്യനഹു തഅയ്യന, അവൻ ഒരു കഫൻ തുണി ഉണ്ടാക്കി ഇതിൽ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് തന്നെ നിർബന്ധമാണ് എന്ന് തുഴപ്പ ഷെർവാനി സഹിതം 3:128 കാണാൻ കഴിയും. അപ്പൊ കഫൻ തുണിക്ക് പറ്റുന്ന വിധത്തിലാണെങ്കിൽ അതിനെ തന്നെ ഉപയോഗിക്കണം. പറ്റാത്ത വിധത്തിലായിരിക്കുന്നുവെങ്കിൽ ഈ തബറുക്ക് എന്നുള്ള നിലക്ക് അതിനെ ഇതിന്റെ കൂടെ കൂട്ടൽ ഏതായാലും അനിവാര്യമാണ്, അഭികാമ്യമാണ് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പറ്റാവുന്ന 3 തുണിക്ക് പുറമെ ഈ ഒരു തുണി തബറുക്കിന് വേണ്ടി ആ കഫൻ കുടയുടെ കൂടെ വെക്കുക, ഏത് നിലക്കെങ്കിലും വെക്കുക. അത് തബറുക്ക് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ് എന്ന് ഇതിൽ നിന്ന് വരുന്നു. വല്ലാഹു അഅലം ബിസ്സവാബ്.